അവിടെ ഒരു മത്സരം അരങ്ങേറുകയാണ്. മെലിഞ്ഞൊരു ചെറുപ്പക്കാരൻ ചീറിപ്പാഞ്ഞു പോകുന്ന ഒരു മോട്ടോർ ബൈക്കിനോടൊപ്പം ഓടാൻ ശ്രമിക്കുന്നു. ചില നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവിശ്വസനീയമായത് സംഭവിക്കുന്നു. ആ ചെറുപ്പക്കാരൻ മോട്ടോർ ബൈക്കിനെ പിന്നിലാക്കി മുന്നോട്ട് കുതിക്കുകയാണ്. പിന്നെയും മത്സരം തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ഒരു വ്യത്യാസം മാത്രം. ഇക്കുറി മോട്ടോർ ബൈക്കിന്റെ സ്ഥാനത്ത് അയാൾ പരാജയപ്പെടുത്തിയത് അതിവേഗതയുള്ളൊരു പന്തയ കുതിരയായിരുന്നു. 1936 ബെർലിൻ ഒളിമ്പിക്സിൽ 4 സ്വർണ്ണ മെഡലുകൾ നേടി അമേരിക്കയുടെ അഭിമാനമുയർത്തിയ ജെസ്സി ഓവൻസ് ആയിരുന്നു ആ മത്സരാർത്ഥി. അത്ലറ്റ് എന്ന നിലയിൽ പേരും പ്രശസ്തിയും നേടിയിട്ടും പട്ടിണി മാറ്റാൻ ജീവിതത്തിന്റെ ട്രാക്കിൽ നിരന്തരം ഓടേണ്ടി വന്ന ഒരു ആഫ്രിക്കൻ അമേരിക്കൻ. വർണ്ണവിവേചനം കത്തിനിന്ന അലബാമയിലെ ഓക്വില്ലിൽ 1913 ഹെൻറി എമ്മ ഓവൻസ് ദമ്പതിമാരുടെ മകനായി ഒരു ദരിദ്ര കുടുംബത്തിലാണ് ജെയിംസ് ക്ലീവ്ലാൻഡ് ഓവൻസ് പിറന്നു വീണത്. ദാരിദ്ര്യത്തിൽ നിന്നും മോചനം തേടി കുടുംബം ഒഹായോയിലേക്ക് താമസം മാറ്റിയപ്പോഴാണ് ജെയിംസിന് ആദ്യമായി സ്കൂളിൽ പഠിക്കാൻ അവസരം കിട്ടിയത്. സ്കൂൾ അധികാരികൾക്ക് പറ്റിയൊരു പിഴവ് മൂലം അവരുടെ രേഖകളിൽ ജെസ്സി ഓവൻസിനെ ജെസ്സി ഓവൻസ് ആക്കി മാറ്റി. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ജെസ്സി പിതാവിനോടൊപ്പം കൂലിപ്പണിക്ക് പോകുമായിരുന്നു. അച്ഛനും മകനും ചുമടെടുത്ത് കഠിനാധ്വാനം ചെയ്തു കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടായിരുന്നു അന്ന് ആ കുടുംബം കഴിഞ്ഞിരുന്നത്. അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ചാർലി റിലെ എന്ന പരിശീലകൻ ജെസ്സിയിൽ ഒരു കായിക പ്രതിഭയെ കണ്ടെത്തിയത്. സ്കൂൾ വിട്ടാൽ കൂലിപ്പണിക്ക് പോകേണ്ടിയിരുന്നതിനാൽ ജെസ്സിക്ക് അതിരാവിലെ പരിശീലനം നൽകാൻ റിലെ തീരുമാനിച്ചു. ഓട്ടവും ലോങ് ജമ്പുമായിരുന്നു ജെസ്സിയുടെ പ്രിയപ്പെട്ട ഇനങ്ങൾ. സ്കൂളിൽ വെച്ച് മികച്ച കായിക താരമായി മാറിയതോടെ ജെസ്സിയെ വിദ്യാർത്ഥിയായി കിട്ടാൻ സർവകലാശാലകൾ മത്സരിച്ചു. ഒടുവിൽ ഒഹായോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിക്കാണ് നറുക്കു വീണത്. അങ്ങനെ അദ്ദേഹം അവിടെ പഠനം ആരംഭിച്ചു. വർണ്ണവിവേചനം പത്തി വിടർത്തി ആടിയിരുന്ന ഒരു കാലമായിരുന്നു അത്. ആഫ്രിക്കൻ അമേരിക്കൻ വിദ്യാർത്ഥിയായിരുന്ന ജെസ്സി ഓവൻസിന് അതിന്റെ തീവ്രത നന്നായി തന്നെ അനുഭവിക്കേണ്ടി വന്നു. യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പോലും വിവേചനം ശക്തമായിരുന്നു. ക്യാമ്പസിൽ കറുത്തവർക്ക് താമസിക്കുവാൻ അനുവാദമുണ്ടായിരുന്നില്ല. ടീമിനൊപ്പം പോകുമ്പോൾ പോലും കറുത്തവർക്ക് മാത്രമുള്ള ഹോട്ടലിൽ താമസവും അവിടെ നിന്ന് മാത്രം ഭക്ഷണവും എന്നതായിരുന്നു രീതി. കറുത്ത വർഗത്തിൽ പിറന്നതുകൊണ്ട് മാത്രം അർഹതപ്പെട്ട സ്കോളർഷിപ്പുകൾ ജെസ്സിക്ക് നിഷേധിക്കപ്പെട്ടു. കായിക പരിശീലനത്തിനും പഠനത്തിനുമുള്ള പണം കണ്ടെത്താൻ അപ്പോഴും ആ യുവാവിന് കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നു. ജെസ്സി ഓവൻസിന്റെ ജീവിതത്തിലെ വഴിത്തിരിവിനെ കുറിക്കുന്ന ദിനമായിരുന്നു അത്. അന്ന് മിഷിഗൺ സംസ്ഥാനത്തെ ആൻ ആർബർ പട്ടണത്തിൽ വെച്ച് ബിഗ് ടൺ എന്നറിയപ്പെടുന്ന 10 സർവകലാശാലകളുടെ കായികമേള നടന്നു. 70 മിനിറ്റിനിടയിൽ വിവിധ ഇനങ്ങളിലായി 3 ലോക റെക്കോർഡുകൾ സ്ഥാപിച്ചുകൊണ്ട് ജെസ്സി ചരിത്രം കുറിച്ചത് ആ മേളയിലായിരുന്നു. അതോടെ 1936 ബെർലിൻ ഒളിമ്പിക്സിനുള്ള അമേരിക്കൻ ടീമിലേക്കുള്ള പ്രവേശനം ജെസ്സി ഓവൻസിന് എളുപ്പമായി തീർന്നു. ജർമ്മൻ വിജയങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന ഹിറ്റ്ലറെയും കൂട്ടരെയും ഞെട്ടിച്ചുകൊണ്ട് 4 ഒളിമ്പിക് സ്വർണങ്ങളാണ് ഓവൻസ് സ്വന്തമാക്കിയത്. 100 മീറ്റർ, 200 മീറ്റർ എന്നീ സ്പ്രിന്റ് ഇനങ്ങളിലും ലോങ് ജമ്പിലും 400 മീറ്റർ റിലേയിലൂടെയും 4ാം സ്വർണവും ജെസ്സി ഓവൻസ് നേടി. ഒളിമ്പിക് വിജയം പേരും പ്രശസ്തിയും അദ്ദേഹത്തിന് നേടിക്കൊടുത്തിട്ടും വർണ്ണവിവേചനത്തിന്റെയും ദാരിദ്ര്യത്തിന്റെ പിടിയിൽ നിന്ന് അദ്ദേഹത്തിന് മോചനമുണ്ടായില്ല. കോളേജ് പഠനം ഉപേക്ഷിച്ച് തെരുവിൽ ഇരുചക്ര വാഹനങ്ങളോടും
പന്തയ കുതിരകളോടും മത്സരിച്ചോടി പിരിച്ചെടുക്കുന്ന പണം കൊണ്ട് കുടുംബം പോറ്റേണ്ട ഗതികേടിലായി. അങ്ങനെ ഒടുവിൽ അദ്ദേഹത്തിന്റെ പേരും പ്രശസ്തിയും ഉപയോഗിച്ച് പണമുണ്ടാക്കാൻ അദ്ദേഹം ആരംഭിച്ചു. പൊതുപ്രഭാഷണങ്ങളിലൂടെ ജെസ്സി വരുമാനമുണ്ടാക്കി തുടങ്ങി. കൂട്ടത്തിൽ ഒരുപാട് പരസ്യങ്ങളിലും പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ദാരിദ്ര്യത്തിൽ നിന്നും സമ്പന്ന ജീവിതത്തിലേക്കുള്ള പടികൾ ഓരോന്നായി ചവിട്ടിത്തുടങ്ങി. ആ സമ്പന്ന ജീവിതത്തിലേക്ക് 1935 തന്റെ ബാല്യകാല സഖിയായ റൂത്ത് സോളമനെ ജെസ്സി ഓവൻസ് ജീവിത പങ്കാളിയായി സ്വീകരിച്ചു. വിവാഹ ജീവിതത്തിന്റെ ആദ്യ നാളുകളിലെ കഷ്ടപ്പാടുകൾ അതിജീവിച്ച ജെസ്സി ക്രമേണ സമ്പാദിക്കാനും ആർഭാട ജീവിതം ആസ്വദിക്കാനും പറ്റുന്ന ഒരു നിലയിലേക്ക് ഉയർന്നു. ഒരിക്കൽ നിഷേധിക്കപ്പെട്ടതെല്ലാം സ്വന്തമാക്കലായിരുന്നു പിൽക്കാല ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ രീതി. വർഷം തോറും പുതിയ കാറുകൾ വാങ്ങിക്കൂട്ടിയും ആഡംബര ഭവനങ്ങൾ സ്വന്തമാക്കിയും ജെസ്സി കാലം തന്നോട് കാട്ടിയിരുന്ന വിവേചനത്തിന് മധുരമായി പകരം വീട്ടി. 1980 മാർച്ച് 31 അർബുദം ബാധിച്ച് മരിക്കുമ്പോൾ ദാരിദ്ര്യത്തെയും പ്രതികൂല സാഹചര്യങ്ങളെയും ഇച്ഛാശക്തിയും കഠിനാധ്വാനം കൊണ്ട് എങ്ങനെ ജീവിത വിജയം നേടാമെന്ന് ജെസ്സി സ്വജീവിതത്തിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്ത് കഴിഞ്ഞിരുന്നു.